ഹലോ ഗൈസ്, പത്രമായിട്ടും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അനാമിക മാറി നിന്ന് എല്ലാം കേൾക്കുവാണ് കേട്ടോ അനി പറയുന്ന നന്ദുവിനോട്. എന്നിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. എന്നിട്ട് നന്ദു പറയുകയാണ്, ഞാനിപ്പോൾ വരുക പോലും ചെയ്യരുതായിരുന്നു, അനി എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കരുത്, അനി ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഇനി വിളിക്കണ്ട, മിസ് കോൾ അടിച്ചാൽ മതി, എന്താണെന്ന് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞോളാം, ഇപ്പോൾ എന്തായാലും അനി ഇവിടുന്ന് പോകുമെന്ന് പറയുമ്പോഴേക്കും അനി പറയുകയാണ്, എനിക്കൊരു മറുപടി തരാതെ ഇവിടുന്ന് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അനിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്, കല്യാണം ഡേറ്റ് എടുത്തു, ഞാൻ ഇനി എന്ത് പറയാനാന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, അനി പറയാം എന്തായാലും എനിക്കൊരു മറുപടി കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നന്ദു പറയണം, ഞാൻ പോവാ എന്ന് പറഞ്ഞ് നന്ദു അവിടുന്ന് ഒന്നും പറയാണ്ട് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് വെച്ചാൽ അനാമിക നേരെ അനന്തപുരിയിലോട്ട് വരുവാണ്. അകത്തോട്ട് കയറിയിട്ട് മൂർത്തിനെ കാണാൻ വേണ്ടിയിട്ട് വരുവാണ് കേട്ടോ, മൂർത്തി മുത്തശ്ശനെ. അപ്പോഴേക്കും ഇത് കണ്ട് കനക ചാടി ഇറങ്ങി ചെല്ലും. എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കും. പറയും, നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞ എല്ലാ കാര്യങ്ങളും, എന്നോട് ഇന്ന് കള്ളം പറഞ്ഞ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കള്ളം പറഞ്ഞിട്ടാണ് അനി നന്ദുവിനെ കാണാൻ വേണ്ടി പോയെന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന കനക ഞെട്ടിപ്പോവാണ്. എന്നിട്ട് പറയും, മോളെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോഴും എനിക്കിതിങ്ങനെ പറ്റത്തില്ല, കല്യാണം ഉറപ്പിച്ചിട്ട് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാണ്ട് അനി കാണിക്കുന്നൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, എന്തായാലും ഇത് ഇവിടെ പറഞ്ഞ് മുത്തശ്ശനോട് പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോഴത്തേക്കും കനക പറയും, മോൾ അങ്ങനെയൊന്നും ചെയ്യരുത്, മോൾ വീടിന് യോജിച്ച മരുമോള, മോൾ ഇവിടേക്ക് വരണം എന്ന് തന്നെയാണ് എനിക്കും ആഗ്രഹം എന്ന് പറയും, അതൊന്നും പറയാൻ പറ്റുമല്ല, നിങ്ങൾക്ക് ഞാൻ വരുന്നൊന്നും താല്പര്യം ഉണ്ടാവില്ല, നിങ്ങളുടെ സ്വന്തം മകളെ കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും താല്പര്യം എന്ന് പറയുമ്പോൾ രണ്ട് മക്കളെ ഇങ്ങോട്ട് വിട്ടതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞാനിപ്പം എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയും, പക്ഷേ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം, ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്, ഇനി ഒരിക്കലും നന്ദു അനിയും തമ്മി കാണുകയില്ല എന്നല്ലേ പറഞ്ഞതെന്ന് പറയുക കേട്ടോ. അപ്പോഴേക്കും കനകയ്ക്കൊന്നും മിണ്ടാനില്ല. കനക എന്നിട്ട് കൈ കൂപ്പി പറയുകയാണ്, അനാമിക മോളിപ്പോൾ പോകും, ഞാൻ അവളെ പൂട്ടി വേണമെങ്കിലും വിട്ടോളാം, ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, മുത്തശ്ശൻ്റെ ആരോഗ്യമൊക്കെ മോൾക്കും അറിയാമല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഒരു രീതിക്ക് കനക പറഞ്ഞ് ആശ്വസിപ്പിച്ച് അനാമികേനെ അവിടുന്ന് വിടുവാണ്. അനാമിക അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതെല്ലാം മുകളിൽ നിന്ന് നയന കാണുന്നുണ്ട്. പക്ഷേ നയനയ്ക്ക് എന്താ കാര്യം എന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നയന കനകയോട് അടുക്കളയിൽ ചെന്ന് ചോദിക്കുകയാണ് കേട്ടോ, അമ്മ അനാമിക ഇവിടെ വന്ന് അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ കനക ഒന്നും പറയുന്നില്ല കേട്ടോ. പറയുകയാണ്, മോളെ അത് അനിയുടെ ഓരോ പെരുമാറ്റത്തെപ്പറ്റി പറയാൻ വന്ന, കല്യാണം നിർത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് മൂർത്തിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതെന്നൊക്കെ പറയുവാണ് കേട്ടോ. ഞാനൊരു കണക്കിന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു വിട്ടു, അവൻ്റെ മനസ്സിൽ വേറെ ഏതോ പെണ്ണുള്ളതുകൊണ്ട് ആ കൊച്ചിന് ആ കൂടെ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോഴേക്കും നയനയും പറയുന്നുണ്ട്, നേരെ അവൻ്റെ പെരുമാറ്റത്തിൽ ആ കൂടി എന്തോ ഒരു മാറ്റമുണ്ട്, ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കും, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായി, ഇനി മൂന്നാമത് അവനും ആ ഭാര്യനെ സ്നേഹിക്കാനാണെങ്കിൽ ഈ വീണ്ടും ഫുള്ള് താളവും തെറ്റും അമ്മയെന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ കനക പറയണം, മോളെ എങ്ങനെയായാലും അനിയനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണേ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. ആ സമയത്തൊക്കെ നയനയ്ക്ക് ചെറിയ സംശയമുണ്ട്, പക്ഷെ ഒന്നും നയന മിണ്ടുന്നില്ല കേട്ടോ. പിന്നെ കാണിക്കുന്ന കനക ഗോവിന്ദനെ വിളിക്കുന്നതാണ്. എന്നിട്ട് പറയും, എൻ്റെ പൊന്ന് ഗോവിന്ദേട്ട, ഇന്നും നന്ദു അനിയനെ കണ്ടു, അനാമിക ഇവിടെ വന്ന് പ്രശ്നമൊക്കെ ആയി, ഞാൻ ഒരു കണക്കിന് ആ പെൺകൊച്ചിനെ പറഞ്ഞു വിട്ടതെന്നൊക്കെ പറയണം കേട്ടോ. ആ സമയത്ത് നന്ദു തിരിച്ചു വരുമ്പോഴേക്കും ഗോവിന്ദൻ പറയും, നീ ഫോൺ വെക്ക്, അവളിവിടെ വന്നു, ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് കേട്ടോ. നന്ദു അങ്ങനെ വീട്ടിൽ കയറി വരുമ്പോഴത്തേക്കും നന്ദുവിനോട് അച്ഛൻ ചോദിക്കും, നീ എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിക്കുമ്പോൾ നന്ദു പരിങ്ങിട്ട് പറയും, ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതോ, ഏത് ഫ്രണ്ടോ എന്ന് ചോദിക്കും, രാകേഷ് എന്ന് പറയും. ഇതോടെ കേൾക്കുമ്പോൾ ഗോവിന്ദന് ദേഷ്യം വരും കേട്ടോ. ഗോവിന്ദൻ കൈ പിടിച്ച് വലിച്ചിട്ട് മുറിയിലോട്ട് കയറ്റിട്ട് പറയും, നീ ഇനി പുറത്തിറങ്ങണ്ട, നീ മുറിയിൽ കിടന്നാൽ മതി, നിനക്ക് എന്നോട്ടാ ഒരു ഫ്രണ്ട് രാകേഷ് എന്ന് പറഞ്ഞുണ്ടായത്, നീ അനിയനെ കാണാൻ വേണ്ടിയിട്ട് പോയതല്ലേ, നീ ഇത്രയ്ക്ക് തരം താഴെ എഴുതോ, അവൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക എന്ന് നിനക്ക് അറിയാൻ പാടില്ലേ, നിൻ്റെ രണ്ട് ചേച്ചിമാർ ആ വീട്ടിലുണ്ട്, ആ ഓർമ്മ നിനക്കില്ലേ, നിനക്ക് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ, ഇങ്ങനെ കള്ളമൊക്കെ പറഞ്ഞ് നീ എന്ന് തൊട്ട് ശീലിച്ചതെന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആ കൂടെ വിഷമമാവുകയാണ് നന്ദുവിന്. നന്ദു അവിടെ ഇരുന്ന് കരയുവാണ്. ഗോവിന്ദ മുറി അടച്ചു പൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് അനി തിരിച്ച് വീട്ടിൽ വരുവാണ്. എന്തോ വെള്ളം എടുക്കാൻ തുടങ്ങുമ്പോൾ കനക പറയാണ്, എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, മോൻ കാരണം ഇപ്പം നന്ദുവിനെ പൂട്ടിയിട്ടുണ്ട് അവസ്ഥയെ മുറിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നും അറിയാത്ത രീതിയിൽ അനി എന്താ ആൻറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയും, എന്താ മോനെ ഒന്നും അറിയാത്ത പോലെ പറയുന്നത്, ഇവിടെ മോള് വന്നായിരുന്നു, അനാമിക വന്നായിരുന്നു, ഒരു കണക്കിനാണ് ഞാൻ മുത്തശ്ശൻ്റെ അടുത്ത് എത്തിക്കാതെ മോളെ പറഞ്ഞു വിട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, മോൻ എന്തിനാ റെസ്റ്റോറൻറ്റിൽ നിന്ന് മോളെ കാണാൻ വേണ്ടി ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുന്നത് എനിക്ക് ദേഷ്യം വരുവാണ് കേട്ടോ. അപ്പോൾ അവളെന്നെ ഫോളോ ചെയ്ത് നടക്കുമായിരുന്നോ, അതിവിടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണോ, എന്നാൽ അവൾ പറയട്ടെ എന്നുള്ള രീതി പറയുമ്പോഴത്തേക്കും കനക ചോദിക്കുകയാണ്, മോൻ എന്തേ പറയുന്നത്, മുത്തശ്ശൻ്റെ ആരോഗ്യസ്ഥിതി മോൻ അറിയാവുന്നതല്ലേ, ആ മുത്തശ്ശൻ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ മോന് അതിന് ഉത്തരവാദിയാവുകയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് പറയും, മോൻ എങ്ങനെയും വിളിച്ച് അനാമികയോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു പറയും, അതെന്തായാലും നടക്കുകയല്ല, ഞാൻ അവളോട് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നു, കള്ളം പറഞ്ഞാൽ പോകുന്നത് എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ട്, എന്തിനാ മോനെ ഇങ്ങനെ കള്ളം പറയുന്നത്,
കെട്ടാൻ പോകുന്നൊരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആ പെണ്ണിന് സഹിക്കുമോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങ് വരുമ്പോഴേക്കും രണ്ടുപേരും രണ്ട് സൈഡിലോട്ട് മാറുവാണ് കേട്ടോ. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനാ എന്നെ കണ്ടപ്പോൾ സംസാരം നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണേ എന്ന് ചോദിച്ചിട്ട് അനിയുടെ കൈ പിടിച്ചിട്ട് വയ്ക്കുന്നുണ്ട്. എന്താ നിനക്ക് പറ്റിയത്, എന്താ കാര്യം എന്ന് ചോദിക്കും കേട്ടോ. അനിയൊന്നും മിണ്ടാണ്ട് അങ്ങ് കയറി പോവാണ്. പിന്നെ നേരെ കനകയുടെ അടുത്ത് ചെന്നിട്ട് നയന ചോദിക്കുക, അമ്മയ്ക്ക് എന്തോ അറിയാമെന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു, അമ്മ എൻ്റെ എന്തെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാരണം ഞാനെന്ത് വിളിക്കാനോ, മോക്കറിയാത്ത എന്താ എനിക്കറിയണേന്നൊക്കെ ചോദിച്ച് ഒരു കണക്കിന് അവിടുന്ന് തടി തപ്പാൻ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നയന പറയുകയാണ്, അമ്മയ്ക്ക് അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, പിന്നെ അമ്മയ്ക്കിനി അറിയാമെന്ന് പിന്നെ അമ്മ പറയരുത് കേട്ടോ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പം കന പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല മോളെ, മോളൊരു പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അനിയനെ എങ്ങനെയെങ്കിലും ഒന്ന് ഉപദേശിച്ചൊന്ന് അവൻ്റെ മനസ്സൊന്ന് മാറ്റി എടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഈ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് മോൾക്ക് അറിയത്തില്ലെന്ന് ചോദിക്കണം. അപ്പം നയന ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.